ഹരിയാനയിലും പഞ്ചാബിലും 6 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ BJP നേതാക്കന്മാർക്ക് പ്രചരണം നടത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അവിടേക്ക് ചെല്ലുന്നവരെ കർഷകർ ആട്ടിയോടിക്കുകയാണ്. ആ കർഷകരുടെ സമരത്തിൻ്റെ ഒരു സ്റ്റേഷനിൽ മാത്രം, ഈ ശംഭു സ്റ്റേഷനിൽ മാത്രം കുടിയിരിക്കുന്ന കർഷകർ പ്രചരണം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പ്രചരണത്തിൽ ഹരിയാനയിൽ, പഞ്ചാബിലെ കർഷക സമൂഹം അവർ നൽകുന്ന ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്കുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായിട്ടുള്ളൊരു ക്യാമ്പയിൻ, ഒരു പാൻ ഇന്ത്യ പ്രചരണത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നു. ആൻഡ് നമ്പർ 3, വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടികളെ പൊളിച്ചടുക്കിയത്. ഓരോ ചോദ്യവും അതാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഹരിയാനയിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗമുണ്ട്. നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്താണെന്ന് പറയുന്നതെന്നറിയാമോ? കാസ്റ്റ് റിസർവേഷന് നെഹ്റു എതിരായിരുന്നു എന്ന് പറയുന്നു. പ്രസംഗം തുടങ്ങുമ്പോൾ, ഈ പ്രചരണം തുടങ്ങുമ്പോൾ, കേരളത്തിൽ വന്ന് പ്രചരണം തുടങ്ങുമ്പോൾ നാരീശക്തിയെക്കുറിച്ചും അതിനുശേഷം 400 സീറ്റിനെക്കുറിച്ചും പ്രസംഗിച്ച നരേന്ദ്രമോദി നെഹ്റുവിനെ പിടിച്ച് കാസ്റ്റ് റിസർവേഷന് നെഹ്റു എതിരായിരുന്നു എന്ന് പറയണമെങ്കിൽ മറുഭാഗത്ത് സൃഷ്ടിച്ചിരിക്കുന്ന നരേറ്റീവിന് പിന്നാലെയാണ്, അഥവാ പ്രതിപക്ഷത്തിൻ്റെ ആഖ്യാനത്തിന് പിന്നാലെ പോകുന്ന ഒരു ഭരണപക്ഷത്തെ കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 400 സീറ്റ് കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടനയെ തിരുത്തി എഴുതുമെന്നും ഇന്ത്യൻ ഭരണഘടനയിലൂടെ തിരുത്തി എഴുതുന്നതിലൂടെ റിസർവേഷൻ തിരുത്തി എഴുതുമെന്നുള്ള ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം ഫലം കണ്ടിരിക്കുന്നു. അതിനു പിന്നാലെ പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾക്ക് മറുപടി പറയാൻ സമയം കണ്ടെത്തുന്ന നരേന്ദ്രമോദി 2014-ലും 2019-ലുമുള്ള നരേന്ദ്രമോദിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അപ്പോഴെല്ലാം 2014-ൽ നരേന്ദ്രമോദിയുടെ പ്രചരണത്തിന് പിന്നാലെ പ്രതിപക്ഷം പോയി. 2019-ൽ ഹൈപ്പർ നാഷണലിസത്തിൻ്റെ, അതിദേശീയതയുടെ, തീവ്രദേശീയതയുടെ പ്രചരണത്തിനൊപ്പം പുൽവാമയും ബാലക്കോട്ടും സൃഷ്ടിച്ച വലിയ പ്രചരണത്തിനു പിന്നാലെ അന്ന് നരേന്ദ്രമോദി പോയി. അതിനെ എതിർക്കാൻ കഴിയാതെ ആത്മവിശ്വാസം തകർന്നു നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണെന്ന് കണ്ടതെങ്കിൽ ഇന്ന് പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന ആഖ്യാനത്തിനു പിന്നാലെ പോകുന്ന നരേന്ദ്രമോദിയെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്നിപ്പോൾ ഹരിയാനയിൽ നെഹ്റു കാസ്റ്റ് റിസർവേഷനെതിരായിരുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നത്. നെഹ്റു റിസർവേഷനെതിരായിരുന്നില്ലേ, എല്ലാ കോൺഗ്രസ് മന്ത്രിമാരും റിസർവേഷനെതിരായിരുന്നില്ലേ എന്ന ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആഖ്യാനത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. മാത്രവുമല്ല, ഓരോ ഘട്ടങ്ങളിലും ഇന്ന് പറയുന്നു വോട്ടു ജിഹാദികളുടെ വോട്ട് തേടിയാൽ മാത്രമേ ഇന്ത്യ മുന്നണി വിജയിക്കുകയുള്ളൂ എന്ന പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തുന്നത്. എവിടെയാണ് നരേന്ദ്രമോദിയുടെ രാമക്ഷേത്രവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിലുള്ള ആത്മവിശ്വാസം? എവിടെയാണ് 400 സീറ്റുകൾ ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസം? ദക്ഷിണേന്ത്യ മുഴുവൻ വോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ദക്ഷിണേന്ത്യയിൽ മുഴുവൻ 131 സീറ്റുകൾ, പുതുശ്ശേരിയും ലക്ഷദ്വീപും അടക്കം 131 സീറ്റുകളിൽ കഴിഞ്ഞ തവണ നേടിയ 29 സീറ്റുകൾക്കും അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് കടക്കാൻ NDAക്ക് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ കൊടുത്ത 26 സീറ്റുകൾ എവിടെ? കർണാടകയിൽ, മണ്ഡി അടക്കം. ആ സീറ്റുകളിൽ ഇത്തവണ പകുതി പോലും നിലനിർത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം NDAക്കുമില്ല, അവിടെയുള്ള കുമാരസ്വാമിക്കുമില്ല. ഇന്ന് കുമാരസ്വാമിയുടെ ഒരു കരച്ചിൽ കേട്ടായിരുന്നു. പ്രജ്വൽ, നീ മടങ്ങി വരൂ മകനെ, എൻ്റെ കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും അന്തസ്സ് സംരക്ഷിക്കൂ. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ വരി നിന്ന് വോട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീ വോട്ടറും പ്രജ്വൽ രേവണ്ണയും അടങ്ങുന്ന ഏറ്റവും വലിയ സെക്സ് റാക്കറ്റിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മാത്രം 16 സീറ്റുകൾ നഷ്ടപ്പെടും. ഉത്തരേന്ത്യയിലേക്ക് എത്തിയാൽ ഹരിയാനയും പഞ്ചാബും ഡൽഹിയും കൂടി കണക്കിലേക്കായാൽ 12 സീറ്റുകൾ നഷ്ടപ്പെടും. മൊത്തം 28 സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഹിന്ദി ഹൃദയഭൂമി, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ പഴയ ചലനമില്ല. അഗ്നിവീർ സൃഷ്ടിച്ചിരിക്കുന്ന ചലനം. മഹാരാഷ്ട്രയിൽ അജിത് പവാറിനെ കൊണ്ടുപോകുമ്പോൾ മറുഭാഗത്ത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിൻ ശക്തമായി നിലനിൽക്കുന്നത്. അജിത് പവാറിൻ്റെയും പ്രഫുൽ പട്ടേലിൻ്റെയും അഴിമതിയുടെ കറകളെക്കുറിച്ചുള്ള നേരത്തെയുള്ള നേതാക്കളുടെ പ്രസ്താവനകൾ ഇപ്പോഴും തെരുവുകളിൽ മുഴങ്ങുന്നത്. മഹാരാഷ്ട്രയിൽ 3 സീറ്റും കൂടെ കിട്ടിയാൽ 31 സീറ്റാവും. ആ 31 സീറ്റുകൾ കിട്ടിയാൽ കഴിഞ്ഞ തവണത്തെ 303-ൽ നിന്ന് 31 സീറ്റുകൾ കുറഞ്ഞു പോയാൽ ഭൂരിപക്ഷത്തിന് താഴേക്ക് NDA പോകും. ഈ കണക്കുകൂടിയാണ് സുജയ 4ാമത്തെ പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം. 1, നരേന്ദ്രമോദിയുടെ കുറഞ്ഞു വരുന്ന പ്രതിച്ഛായ. 2, മറുഭാഗത്ത് കർഷകരുടെ ശക്തമായിട്ടുള്ള പ്രതിരോധം. 3, അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിനും ഒപ്പം അത് ഫീൽഡിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രചരണവും. ആൻഡ് നമ്പർ 4, ഏറ്റവും പ്രധാനപ്പെട്ടത് തെക്കേ ഇന്ത്യ അടക്കം മൊത്തം കണക്കുകളുടെ നമ്പർ കൂടി കണക്ക് കൂട്ടിയാൽ ഈ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്ക് സ്വാഭാവികമായും ഉണ്ടാവും. Meet the editors.